ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുതിര കൊണ്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. നമ്മൾ ഈ മുതിര കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. മുതിര കൊണ്ടുള്ള തോരന് വേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ മുതിര എടുക്കുന്നുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. മുതിരയിൽ കല്ലും മണ്ണും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കണം. കഴുകി അരിച്ചിട്ടുള്ള മുതിരയാണ് കേട്ടോ ഇത്. എന്നിട്ട് നമുക്കിത് കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കണം. 2-3 മണിക്കൂർ കൊണ്ട് ഈ മുതിര കുതിർന്ന് കിട്ടും. അതിനുശേഷം നമ്മളിത് അരിച്ചെടുക്കുകയാണ്. ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുത്തു. കുതിർന്ന് വരാൻ വേണ്ടി വെച്ചിരുന്ന സമയത്തുള്ള ആ വെള്ളത്തിൻ്റെ കളറാണിത്. ഈ വെള്ളം നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നില്ല. കുതിർന്നിട്ടുള്ള ഈ മുതിര നമുക്ക് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്ത് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുതിര വേവാൻ ആവശ്യമായിട്ടുള്ള 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ തന്നെ നമ്മുടെ ഈ മുതിരയുടെ വേവ് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കാണാം. ആ വെള്ളം കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒരു 1/4 കപ്പ് അളവിൽ അരിഞ്ഞ് വെച്ചിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 2 വറ്റൽമുളക് 2 പീസായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം. നമ്മൾ വഴറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ഈ മുതിരയിൽ കൂടുതൽ അളവിൽ കാൽസ്യം, അയൺ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കൊഴുപ്പ് തീരെ ഇല്ലാത്ത ഈ മുതിരയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും ഉണ്ട്. ഷുഗർ ഉള്ളവർ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. മുതിര കഴിക്കുന്നത് ചൂടാണ്. പക്ഷേ തണുപ്പ് കാലാവസ്ഥയിൽ മുതിര കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൂടില്ലേ, അതൊക്കെ നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മുതിരത്തോരൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.